നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട സുധിച്ചേട്ടന്റെ ഭാര്യ രേണു സുധി എന്ന കലാകാരി വലിയ രീതിയിലുള്ള സൈബർ ആക്രമണങ്ങളാണ് നേരിടുന്നത്. അവരുടെ വീഡിയോയ്ക്ക് താഴെ ഒരു കമന്റ് കണ്ടിരുന്നു, കലാഭവൻ മണിച്ചേട്ടന്റെ ഭാര്യയുടെ കാൽ കഴുകിയ വെള്ളം രേണു കുടിക്കട്ടെ എന്ന്. സത്യത്തിൽ എന്തിനാണ് അവർക്കെതിരെ ഇത്രയും വലിയ രീതിയിലുള്ള അധിക്ഷേപങ്ങൾ നടക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. ആളുകൾ എന്തിനാണ് മണിച്ചേട്ടന്റെ ഭാര്യ നിമ്മിയെയും രേണു സുധിയെയും തമ്മിൽ താരതമ്യപ്പെടുത്തുന്നത്? നിമ്മിയും രേണുവും മലയാളികൾ വളരെയധികം സ്നേഹിച്ചിരുന്ന രണ്ട് കലാകാരന്മാരുടെ ഭാര്യമാരാണ്. നിമ്മിയെ സഹതാപത്തോടെയും സ്നേഹത്തോടെയും നോക്കുന്ന മലയാളികളിൽ ചിലർ പക്ഷേ ഈ അടുത്തായി രേണു സുധിക്കെതിരെ വലിയ രീതിയിലുള്ള പരിഹാസങ്ങളാണ് തൊടുത്തുവിടുന്നത്. അതിന് കാരണം രേണു സുധി തന്റെ ഉപജീവനത്തിനായി അഭിനയം, മോഡലിംഗ് തുടങ്ങിയ മേഖലകൾ തിരഞ്ഞെടുത്തതാണ്. മണിച്ചേട്ടന്റെ ഭാര്യ നിമ്മി മണിച്ചേട്ടന്റെ മരണശേഷം പുറം ലോകവുമായി വലിയ ബന്ധവും ഒന്നുമില്ലാതെ ജീവിക്കുന്നത് കൊണ്ട് തന്നെ സൈബർ അധിക്ഷേപങ്ങൾ അവർക്കെതിരെ നടക്കുന്നില്ല. പക്ഷെ രേണു അവരുടെ കരിയറായി അഭിനയവും മോഡലിംഗും ഒക്കെ തെരഞ്ഞെടുത്തതോടുകൂടി അവരുടെ രൂപത്തെ പരിഹസിച്ചു പോലും വലിയ തോതിലുള്ള ആക്രമണങ്ങളാണ് നേരിടേണ്ടി വരുന്നത്. ഉന്തിയ പല്ല്, ഓന്തിന്റെ മുഖം, കമ്പിൽ തുണി ചുറ്റിയ കോലം എന്നൊക്കെ പറഞ്ഞ് സാക്ഷര മലയാളികൾ ഒരു സ്ത്രീയെ അങ്ങേയറ്റം അപമാനിക്കുകയാണ്. മണിച്ചേട്ടന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ ഭാര്യ നിമ്മിക്കും കുഞ്ഞിനും കുടുംബത്തിനും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വലുതായി നേരിടേണ്ടി വന്നിട്ടില്ല. മണിച്ചേട്ടൻ ഉണ്ടാക്കിയിട്ട വീടുകളുടെ വാടക മാത്രം മതിയായിരുന്നു അവർക്ക് ജീവിക്കാൻ. പക്ഷെ സുധിച്ചേട്ടൻ മരിക്കുന്ന സമയത്ത് രേണുവിന്റെ അവസ്ഥ അതായിരുന്നില്ല. അവര് സാമ്പത്തികമായി ഒട്ടും സുരക്ഷിതരല്ലായിരുന്നു. പഠിക്കുന്ന രണ്ട് കുഞ്ഞുങ്ങൾ, അവരുടെ ജീവിത ചെലവുകൾ, മുന്നോട്ടുള്ള ജീവിതം, കുട്ടികളുടെ ഭാവി, ഇതിനെല്ലാം രേണുവിന് പണം അത്യാവശ്യമായിരുന്നു. അവർക്കറിയാവുന്ന ഇഷ്ടമുള്ള ഒരു തൊഴിൽ ചെയ്ത് ജീവിക്കാൻ തീരുമാനിച്ചതായിരുന്നു ചിലരുടെ കണ്ണില്. ഭർത്താവ് മരിച്ചൊരു സ്ത്രീ ജീവിതകാലം മുഴുവൻ അയാളെയും ഓർത്ത് കരഞ്ഞ് സ്വന്തം ജീവിതത്തിലെ എല്ലാ സുഖങ്ങളും ത്യജിച്ചാൽ ചിലർക്ക് അവൾ പതിവ്രത. എങ്ങാനും ഒരു സ്ത്രീ ഭർത്താവില്ലാതെ ജീവിക്കാൻ തീരുമാനിച്ചാൽ അവൾ തന്റേടിയായി ദുർനടപ്പുകാരിയായി. എന്തായാലും സുധിച്ചേട്ടൻ ജീവിച്ചിരുന്ന കാലത്ത് രേണു അദ്ദേഹത്തെ ആത്മാർത്ഥമായി തന്നെയാണ് സ്നേഹിച്ചിരുന്നത്. അതിലാർക്കും സംശയമില്ല. അല്ലാതെ ഭർത്താവ് ജീവനോടെ ഇരിക്കെ തന്നെ മറ്റാണുങ്ങളുടെ പിറകെയൊന്നും എന്തായാലും ആ സ്ത്രീ പോയിട്ടില്ല. ഇപ്പോഴും അവര് സുധിയുടെ ഭാര്യ എന്നറിയപ്പെടാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. നാളെ അവർക്കൊരു തുണ വേണമെന്ന് തോന്നിയാൽ അതിലും സന്തോഷം. കാരണം ഒറ്റപ്പെടലിന്റെ വേദന അത് അനുഭവിച്ചവർക്ക് മാത്രം അറിയാം അത് എത്രത്തോളം ഭീകരമാണെന്ന്. രേണു സുധിയുടെ വേഷവിധാനങ്ങളെ കുറ്റം പറയുന്നവർ ഒന്നോർക്കുക, അവര് കന്യാസ്ത്രീ ആവാനല്ല പോയത്, അഭിനയിക്കാനാണ്. മലയാള സിനിമയിലെ മുൻനിര നടിമാർ തുണിയില്ലാതെ അഭിനയിച്ച പോലെയൊന്നും ഇപ്പോഴും രേണു സുധി ചെയ്തിട്ടില്ല. എന്നിട്ടും ഒരു വിധവയാണെന്ന ഒറ്റ കാര്യം കൊണ്ടാണ് അവര് ഇത്രമേൽ ആക്രമിക്കപ്പെടുന്നത്. രേണുവിനെതിരെയുള്ള അധിക്ഷേപങ്ങൾ ഒരിക്കലും സുധിച്ചേട്ടനോടുള്ള സ്നേഹം കൊണ്ടല്ല, മറിച്ച് ഭർത്താവ് മരിച്ചൊരു സ്ത്രീ ഇങ്ങനെയേ ജീവിക്കാവൂ എന്ന അലിഖിത നിയമം ഭേദിച്ച് ഒരു സ്ത്രീ തന്റെ ജീവിതം കെട്ടിപ്പടുത്തുന്നത് കാണുമ്പോൾ തോന്നുന്ന വെറും അസൂയ കൊണ്ട് മാത്രമാണ്. രേണു സുധിയുടെ അരഞ്ഞാണം കണ്ടാലോ, നെഞ്ചിൽ നിന്ന് ഷാൾ ഒന്ന് മാറിയാലോ കാമമൂക്കുന്ന ഭർത്താക്കന്മാരോ മക്കളോ നിങ്ങൾക്കുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ അവരെ നല്ലൊരു സൈക്യാട്രിസ്റ്റിന്റെ അടുത്ത് കാണിക്കണം, ട്രീറ്റ്മെന്റ് എടുപ്പിക്കണം. കാരണം നിങ്ങളുടെയോ നിങ്ങളുടെ മകളുടെയോ ഭാവി അത്തരക്കാരുടെ കയ്യിൽ ഒരിക്കലും സുരക്ഷിതം. ഭർത്താവും മരിച്ച് രണ്ട് കുട്ടികളുമുള്ള ഏതൊരു സ്ത്രീയും ഉറപ്പായും ചിന്തിക്കുക, നാളെ എനിക്കും കൂടി എന്തെങ്കിലും സംഭവിച്ചാൽ എന്റെ മക്കൾക്കാരുണ്ട്, അവര് പിന്നെ എങ്ങനെ ജീവിക്കും എന്നതാണ്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ആ ഒരു ചിന്ത രേണു സുധിക്കും ഉണ്ടായിട്ടില്ല എന്ന്? തീർച്ചയായിട്ടും അവരും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവും. ജീവിച്ചിരിക്കുമ്പോൾ മക്കളുടെ ജീവിതം സുരക്ഷിതമാക്കാൻ ഓടുന്ന ഒരമ്മയോട് ഇത്രത്തോളം അനീതി കാണിക്കാൻ നമ്മൾ മലയാളികൾ അത്ര ഹൃദയമില്ലാത്തവരായി പോയോ? രേണു സുധി അഭിനയിക്കുന്നത് കൊണ്ടോ മോഡലിംഗ് ചെയ്യുന്നത് കൊണ്ടോ നമുക്കോ നമ്മുടെ കുടുംബത്തിനോ യാതൊരു നഷ്ടവുമില്ല. വെറും അസൂയയുടെ പുറത്ത് ഒരു സ്ത്രീയെ ഇത്രത്തോളം അധിക്ഷേപിക്കുമ്പോൾ ഓർക്കുക, കർമ്മ എന്നത് നാളെ ഒരിക്കൽ നമ്മളെയും തേടി വരുമെന്ന്.